ഹായ്. കേന്ദ്ര ബജറ്റ് വന്നു. കേന്ദ്ര ബജറ്റിൽ കേരളമില്ല. ഒരു ധാതു ഇടനാഴിയിൽ കേരളത്തെ കൂടി ചേർത്തിട്ടുണ്ട്. എന്തോ ഒരു വലിയ സാധനം ഒരു ഇടനാഴിയിലൂടെ വരികയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബജറ്റ് വിശദമായിട്ട് പരിശോധിക്കുന്നില്ല. അതിൽ കേരളത്തെ ആകെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ധാതു ഖനന ബെൽറ്റിൽ കേരളത്തിലൂടെ ചേർത്തു. അത് ഒരു ധാതു ഇടനാഴി എന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിൽ പത്രമാധ്യമങ്ങളെ കൊടുത്തിട്ടുള്ളത്. എന്താണത് എന്നുള്ളതിനെക്കുറിച്ച് സാധാരണക്കാർക്ക് ഒരു പക്ഷേ വലിയ ധാരണ ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു പക്ഷേ കേരളം എന്ന് പറയുന്ന ഈ ഭൂപ്രദേശത്തെ മുഴുവനും ഇല്ലാതെയാക്കാൻ കെൽപ്പുള്ള ഒരു സാധനമാണ് ആ വരുന്നത് എന്ന് തിരിച്ചറിയേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ മതസംഘടനകളോ ജാതി സംഘടനകളോ ബുദ്ധിജീവികളോ ഒന്നുമല്ല, സാധാരണക്കാരായ കിടപ്പാടമുള്ളവരും ഇല്ലാത്തവരും ഒരു കിടപ്പാടത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുമായ സാധാരണക്കാരാണ്, പ്രവാസികളാണ്, ഇവിടെ ജീവിക്കുന്ന മനുഷ്യരാണ്. എന്താ കാര്യമെന്നല്ലേ, നമ്മൾ കേട്ടിരുന്ന കരിമണൽ ഖനനം മുമ്പൊക്കെ അല്ലേ, നമുക്ക് ഒരു കോൺഗ്രസ് ഭരിച്ചിരുന്നൊരു കാലത്ത്, ഞാൻ അന്നത്തെ വ്യവസായ മന്ത്രിയുടെ പേരൊന്നും പരാമർശിക്കുന്നില്ല, ധാതു മണൽ എന്ന് പറയുന്ന ഈ സാധനം ഖനനം ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യമാണ്. അപ്പോൾ കരിമണൽ എന്നാണ് നമ്മൾ പറയുക. എന്താണ് കരിമണൽ, എന്ത് ധാതുവാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്നൊക്കെ നോക്കുകയാണെങ്കിൽ യുറേനിയത്തിലേക്ക് എത്തിപ്പെടാൻ എളുപ്പം കഴിയുന്ന തോറിയമാണ് ഏറ്റവും കൂടുതൽ ഈ മണലിൽ അടങ്ങിയിട്ടുള്ളത്. ഒഡീഷ കഴിഞ്ഞാൽ പിന്നീട് ഇത് ഏറ്റവും കൂടുതലുള്ളത് ആന്ധ്രാപ്രദേശിലാണ്. വളരെ ഈ ബെൽറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട് തീരങ്ങളിലുമുണ്ട്. അതുപോലെ തന്നെ കേരള തീരം ഇതുകൊണ്ട് അതിസമ്പുഷ്ടമാണ്. ഏറ്റവും കൂടുതൽ തോറിയം, ഒരുപക്ഷെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉള്ള മണൽ ഒരുപക്ഷെ ഈ കേരളത്തിൻ്റെ തീരങ്ങളിലാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഈ ധാതു ഇടനാഴിയിൽ കേരളത്തെ ഉൾപ്പെടുത്തുന്നതിലൂടെ ലോകത്തുള്ള മുഴുവൻ കോർപ്പറേറ്റുകളെയും കേരളത്തിലേക്ക് കൊണ്ടുവരികയും അവരെ കൊണ്ട് കേരളത്തിൻ്റെ ഈ തീരം, കടൽ തീരം മുഴുവനും മാന്തി എടുത്ത് ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഇപ്പോൾ നമുക്കറിയാം, അംബാനിയും അദാനിയും അടക്കമുള്ള ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് പുറമെ രാജ്യത്തിന് പുറത്തു നിന്നും വലിയ കോർപ്പറേറ്റുകൾ കേരളത്തിലേക്ക് വരും. നമ്മുടെ കടൽ തീരം അവർ മുഴുവനായിട്ട് എടുത്തും കൊണ്ട് പോകും, യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. അപ്പോൾ നമുക്ക് അതിവേഗ ട്രെയിനില്ല, മറ്റു സൗകര്യങ്ങളില്ല, ഒന്നും തന്നിട്ടില്ല, ഒന്നും വേണ്ട. ഈ ധാതു ഇടനാഴിയിൽ നിന്ന് കേരളത്തെ ഒന്ന് ഒഴിവാക്കി തന്നാൽ മാത്രം മതി കേരളം, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഇനി നടക്കാൻ പോകുന്നത് അതിജീവനത്തിന് വേണ്ടിയുള്ള യുദ്ധമായിരിക്കും കേരളത്തിൽ, ഒരു